കണിച്ചുകുളങ്ങര മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം നടന്നു. മാവുങ്കൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. തണ്ണീർമുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം മേൽശാന്തി സജിശാന്തികൾ വാരനാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി ഭാഗവത പാരായണം, രുക്മിണി സ്വയംവര ഘോഷയാത്ര, പ്രസാദമൂട്ട്, സർവ ഐശ്വര്യപൂജ, ഗാനാലാപനം, കഥാപ്രവചനം എന്നിവ നടന്നു. വേദാന്ത സാരമാകുന്ന ഭാഗവതത്തിൽ ഇങ്ങനൊരു കല്യാണം, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്ത് എന്ന് പറഞ്ഞ ജീവാത്മാവിന് ഇവിടെ സുഖബ്രഹ്മർഷി എന്ന ഗുരു പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം ഭാഗവതത്തിന്റെ ലക്ഷ്യം നമ്മളെ കഥ പറഞ്ഞ് ആനന്ദിപ്പിക്കും. സമയം പോയതുകൊണ്ട് കഥ വേഗം ചുരുക്കി പറയാം. ഇവിടെ വൈദർഭം എന്ന് പറഞ്ഞൊരു രാജ്യം, ആ രാജ്യത്തെ നയിക്കുന്ന രാജാവാണ് ഭീഷ്മകൻ. ആ മഹാരാജാവിന് 5 പുത്രന്മാരും ഒരു പുത്രി. പുത്രന്മാരുടെ എല്ലാം പേര് കേട്ടോളൂ: രുക്മി, രുക്മരഥൻ, രുക്മകേശൻ, രുക്മബാഹു, രുക്മമാലി. സഹോദരന്മാരുടെ എല്ലാം പേരിന്റെ ആദ്യ അക്ഷരം എന്താ ഉള്ളത്? രുക്ക് എന്ന പദം അല്ലെ? രുക്ക് എന്ന പദത്തിന് അസ്വസ്ഥമായ മനസ്സെന്നും രോഗമെന്നുമാണ് അർത്ഥം. 6ാമത്തെ പെൺകുട്ടിയാണ് രുക്മിണി.